ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP-UP 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളത്തിൻ്റെ ഭാഗത്ത് നമുക്കിന്ന് പഠിക്കാനുള്ളത് വൈജ്ഞാനിക സാഹിത്യമാണ്. ഈ ഒരു ഭാഗത്ത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതാണ്? പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥമാണ് ഗുണ്ടർട്ട് നിഘണ്ടു. ഗുണ്ടർട്ട് തയ്യാറാക്കിയിട്ടുള്ള പാഠപുസ്തകമാണ് പാഠമാല. ഗുണ്ടർട്ട് തയ്യാറാക്കിയ പാഠപുസ്തകമാണ് പാഠമാല. മലയാള ഭാഷാ വ്യാകരണം എന്ന പേരിൽ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ തന്നെ കൃതിയാണ് മറ്റൊരു ഓപ്ഷനായിട്ടുള്ള മലയാള വ്യാകരണം. കേരള പാണിനീയം രചിച്ചിട്ടുള്ളത് AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ രചിച്ച മലയാള വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം. AR രാജരാജവർമ്മ രചിച്ച മലയാള വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കൃതിയാണ് എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്യൽ മലയാളം. എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്യൽ മലയാളം. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവായി അംഗീകരിച്ചിട്ടുള്ളത് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവാണ് എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്യൽ മലയാളം. 1896 ബെഞ്ചമിൻ ബെയ്ലി തയ്യാറാക്കിയതാണ് ഈ ഒരു ഡിക്ഷണറി. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി 1896 എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്യൽ മലയാളം എന്നാണ് നിഘണ്ടുവിൻ്റെ പേര്. ആദ്യത്തെ മലയാളം നിഘണ്ടുവാണ് റിച്ചാർഡ് കോളിൻസിൻ്റെ മലയാള നിഘണ്ടു. 1856 തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യത്തെ മലയാളം നിഘണ്ടുവാണ് റിച്ചാർഡ് കോളിൻസിൻ്റെ മലയാള നിഘണ്ടു. 1856 തയ്യാറാക്കിയിട്ടുള്ളത്. പുരാണ കഥാ നിഘണ്ടു തയ്യാറാക്കിയത് പൈലോ പോളാണ്. പുരാണ കഥാ നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തി പൈലോ പോളാണ്. ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ളയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ശബ്ദതാരാവലി തയ്യാറാക്കിയിട്ടുള്ളത് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. മലയാള ശൈലീ നിഘണ്ടു ടി രാമലിംഗം പിള്ളയാണ്. മലയാള ശൈലീ നിഘണ്ടു തയ്യാറാക്കിയിട്ടുള്ളത് ടി രാമലിംഗം പിള്ള. പച്ച മലയാള നിഘണ്ടു തയ്യാറാക്കിയത് സുമംഗലയാണ്. പച്ച മലയാള നിഘണ്ടു സുമംഗല. മലയാള മഹാനിഘണ്ടു ശൂരനാട് കുഞ്ഞൻപിള്ള തയ്യാറാക്കിയതാണ്. മലയാള മഹാനിഘണ്ടു തയ്യാറാക്കിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. മലയാള ഭാഷാ നിഘണ്ടു S ഗുപ്തൻ നായരാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മലയാള ഭാഷാ നിഘണ്ടു തയ്യാറാക്കിയിട്ടുള്ളത് S ഗുപ്തൻ നായരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മലയാള ഭാഷാ വ്യാകരണമാണ് ഹെർമൻ ഗുണ്ടർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. മലയാള ഭാഷാ നിഘണ്ടു തയ്യാറാക്കിയിട്ടുള്ളത് S ഗുപ്തൻ നായരാണ്. ഫോക്ലോർ നിഘണ്ടു തയ്യാറാക്കിയിട്ടുള്ളത് MV വിഷ്ണു നമ്പൂതിരിയാണ്. ഫോക്ലോർ നിഘണ്ടു തയ്യാറാക്കിയത് MV വിഷ്ണു നമ്പൂതിരിയാണ്. കേരള ചരിത്ര നിഘണ്ടു തയ്യാറാക്കിയത് SK വസന്തനാണ്. കേരള ചരിത്ര നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തി SK വസന്തൻ. വിജ്ഞാനകോശം തയ്യാറാക്കിയത് ഐമനം കൃഷ്ണക്കൈമളാണ്. വിജ്ഞാനകോശം തയ്യാറാക്കിയത് ഐമനം കൃഷ്ണക്കൈമാളാണ്. മനഃശാസ്ത്ര നിഘണ്ടു തയ്യാറാക്കിയത് PMG നായരാണ്. മനഃശാസ്ത്ര നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തി PMG നായർ. ആയുർവേദ ഔഷധ നിഘണ്ടു തയ്യാറാക്കിയത് കൊച്ചുശങ്കരൻ വൈദ്യർ. ആയുർവേദ ഔഷധ നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയാണ് കൊച്ചുശങ്കരൻ വൈദ്യൻ. ഗണിത വിജ്ഞാനകോശം തയ്യാറാക്കിയത് പള്ളിയറ ശ്രീധരനാണ്. ഗണിത വിജ്ഞാനകോശം തയ്യാറാക്കിയത് പള്ളിയറ ശ്രീധരൻ. കേരള വിജ്ഞാനകോശം തയ്യാറാക്കിയത് PM മാത്യു വെല്ലൂരാണ്. കേരള വിജ്ഞാനകോശം തയ്യാറാക്കിയത് PM മാത്യു വെല്ലൂർ. വിദ്യാലയ നിഘണ്ടു തയ്യാറാക്കിയത് A ശങ്കരപ്പിള്ളയാണ്. വിദ്യാലയ നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തി A ശങ്കരപ്പിള്ള. അമരകോശം എഴുതിയത് അമരസിംഹനാണ്. അമരകോശം രചിച്ചത് അമരസിംഹൻ. അടുത്ത ചോദ്യം, കീശ നിഘണ്ടു എന്ന പേരിലാണ് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നിഘണ്ടുവിൻ്റെ ആദ്യ ഭാഗങ്ങൾ പുറത്തു വന്നത്. നിഘണ്ടു ഏതാണ്? ആൻസർ ഓപ്ഷൻ D ആണ്, ശബ്ദതാരാവലിയാണ്. ശബ്ദതാരാവലി പുറത്തിറങ്ങുന്ന സമയത്ത് കീശ നിഘണ്ടു എന്ന പേരിലാണ് ആദ്യ ഭാഗങ്ങൾ പുറത്തിറക്കിയത്.
കീശാ നിഘണ്ടു എന്ന പേരിലാണ് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നിഘണ്ടുവിൻ്റെ ആദ്യ ഭാഗങ്ങൾ പുറത്തു വന്നത്. ആ നിഘണ്ടുവാണ് ശബ്ദതാരാവലി. ശബ്ദതാരാവലി എഴുതിയത് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ്. ശബ്ദതാരാവലി എഴുതിയ വ്യക്തി ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ള. കീശാ നിഘണ്ടു പ്രസിദ്ധീകരിച്ച വർഷം 1906 കീശാ നിഘണ്ടു അല്ലെങ്കിൽ ശബ്ദതാരാവലി പ്രസിദ്ധീകരിച്ചത് 1906 ആദ്യ ഭാഗം പുറത്തിറങ്ങിയ വർഷം 1918 ആദ്യ ഭാഗം പുറത്തിറങ്ങിയത് 1918 ശ്രീകണ്ഠേശ്വരം എന്നറിയപ്പെട്ടിരുന്നത് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ്. ശ്രീകണ്ഠേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ്. ഭാഷാവിലാസം എന്ന മാസിക പുറത്തിറക്കിയത് ശ്രീകണ്ഠേശ്വരമാണ്. ഭാഷാവിലാസം എന്ന മാസിക പുറത്തിറക്കിയത് ശ്രീകണ്ഠേശ്വരമാണ്. ഇനി ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ശബ്ദസൗഭകം. ശബ്ദസൗഭകം ജോൺ കുന്നപ്പള്ളി തയ്യാറാക്കിയ പുസ്തകമാണ്. ജോൺ കുന്നപ്പള്ളി തയ്യാറാക്കിയ പുസ്തകമാണ് ശബ്ദസൗഭകം. ശബ്ദരത്നാകരം ഇത് ഒരു തെലുങ്ക് നിഘണ്ടുവാണ്. ഇത് തയ്യാറാക്കിയത് ബി സീതാരാമാചാര്യലുമാണ്. ബി സീതാരാമാചാര്യലു തയ്യാറാക്കിയ തെലുങ്ക് നിഘണ്ടുവാണ് ശബ്ദരത്നാകരം. മലയാള മഹാനിഘണ്ടു തയ്യാറാക്കിയത് കേരള സർവകലാശാലയുടെ മേൽനോട്ടത്തിലാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ് ഇത്. മലയാള മഹാനിഘണ്ടു എന്ന് പറയുന്നത് കേരള സർവകലാശാലയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു നിഘണ്ടുവാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. മലയാള മഹാനിഘണ്ടു തയ്യാറാക്കിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹം എഡിറ്റർ ആയിരുന്നു. കേരള സർവകലാശാലയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ എഡിറ്റർ ആയിരുന്നു ശൂരനാട് കുഞ്ഞൻപിള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്